വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും ഫ്ലോപ്പ് MUV സെഗ്മെൻറ്റും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇതതിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ വലിച്ചു നീട്ടുന്നില്ല, കാര്യങ്ങളായിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതിൽ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കാസ്വ എന്ന് പറയുന്ന വാഹനമാണ്. ഈ ഒരു വണ്ടിയുടെ ഡിസൈനെ കാണാൻ നല്ല രസമില്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു മൾട്ടി യൂട്ടിലിറ്റി, ഒരു എന്താ പറയുക, നമ്മുടെ ടൊയോട്ടോ ഹെയ്സ് വാഗണൊക്കെ എവിടേക്കോ സൂചിപ്പിക്കുന്ന തരത്തിൽ എവിടേക്കോ അതുപോലെ. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ ആസ്ഥാനമാക്കിയുള്ള രാജ മോട്ടോഴ്സാണ് ഈ ഒരു വണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. രാജ മോട്ടോഴ്സ് BDയും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, ആയുർവേദിക് ഹെൽത്ത് കെയർ സെൻ്ററൊക്കെ സർവീസൊക്കെ നടത്തുന്ന ഇവരാണ്. അവരുടെ ബിസിനസ്സിൻ്റെ മറ്റൊരു ഡെവലപ്മെൻറ്റ് ഭാഗമായിട്ട് അവർ കാർ നിർമ്മാണത്തിലേക്ക് ഇറങ്ങിയായിരുന്നു. അങ്ങനെ 1998 ഇവർ ഈ ഒരു കാർ നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ 1994 ഇതിൻ്റെ ആ ഒരു സമാരംഭ പദ്ധതികളൊക്കെ ആരംഭിക്കുന്നത്. 1998 ആയപ്പോഴാണ് ഈ ഒരു കമ്പനി ഈ ഒരു മോഡലും കൊണ്ട് വരുന്നത്. ആ ഒരു ടൈമിൽ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഫൈബർ ഗ്ലാസും അതുപോലെ തന്നെ ഷീറ്റ് മെറ്റലൊക്കെ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ബോഡിയൊക്കെ നിർമ്മിച്ചിരുന്നത്. അതിനാൽ തന്നെ സേഫ്റ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആൾക്കാർ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഈ വണ്ടി ഹരികൃഷ്ണൻസ് എന്ന് പറയുന്ന സിനിമയിലുണ്ട്. നിങ്ങൾ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും ആ ഒരു വണ്ടിയെ പറ്റി പറയുന്നത്. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് അറിയാൻ പാടില്ല. ഈ വണ്ടി സംബന്ധിച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റെനോയുടെ എസ്കേപ്പ് എന്ന് പറയുന്ന ഒരു മോഡലിനെ ഇതാണ് ഈ ഒരു വണ്ടി നിർമ്മിച്ചിരുന്നത്. പിന്നെ കമ്പനി ഈ ഒരു വണ്ടിയുടെ എന്താ പറയുക മാർക്കറ്റിംഗ്, സെയിൽസ് മാർക്കറ്റിങ്ങിനൊക്കെ ആയിട്ട് ആൾക്കാരെ നിയമിച്ചില്ല. അതുകൊണ്ടിട്ട് ഈ കമ്പനിക്ക് ഈ ഒരു വണ്ടി അധികം നല്ല രീതിക്ക് പ്രൊമോട്ട് ചെയ്യാനും പറ്റിയില്ല, വലിയ രീതിക്ക് സെയിൽ ചെയ്യാനും പറ്റിയില്ല. ആകെ മൊത്തം 7 മാത്രമേ ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിലുള്ളൂ എന്നൊക്കെയാണ് കേൾക്കുന്നത്. അതുപോലത്തെ തന്നെ ഒരു കാര്യങ്ങളിലൊക്കെ വന്ന് പരാജയപ്പെട്ട ഒരു വണ്ടിയാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് പറയുവാണെങ്കിൽ ഫൈബർ ഗ്ലാസ് എന്ന് പറയുന്ന സംഗതിയിൽ നമ്മുടെ ഇന്ത്യയിൽ സിപ്പാനി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബദൽ എന്നൊക്കെ പറയുന്ന വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. സേഫ്റ്റിയുടെ കാര്യങ്ങളിൽ ആ ഒരു വണ്ടിയൊക്കെ വളരെ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിരുന്നു. അതുകൊണ്ട് ഈ ഒരു വാഹനം വാങ്ങാൻ ആൾക്കാരുണ്ടായിരുന്നില്ല. പിന്നെ ആ ടൈമിൽ ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിൽ നമുക്ക് സീറ്റും അതുപോലെ തന്നെ ഇൻറ്റീരിയർ തീമൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസൊക്കെ ഇവർ നൽകിയായിരുന്നു. നല്ല മികച്ച രീതിയിലുള്ള ഇൻറ്റീരിയർ സ്പേസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല വലിയ ഗ്ലാസ് ഏരിയ ആയിരുന്നു. അതുകൊണ്ട് നല്ല വിസിബിലിറ്റി ആയിരുന്നു. വണ്ടിക്ക് അകത്തിരിക്കുന്നവർക്ക് പുറത്തേക്കുള്ള വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കിട്ടുമായിരുന്നു. ബട്ട് ഈ ഒരു കമ്പനി ഈ ഒരു വണ്ടി അധികം പ്രൊമോട്ട് ചെയ്യാൻ നിന്നില്ല. അങ്ങനെ ഈ ഒരു കമ്പനി തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടിയെ ഇതില്ല. അങ്ങനെ ഒരു പരാജയപ്പെട്ട ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു കാസ്വ എന്ന് പറയുന്ന വണ്ടി. അപ്പോൾ ഈ ഒരു വണ്ടിയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം നമ്മുടെ കേരളത്തെ ആസ്ഥാനമാക്കിയുള്ള ഒരു കാർ മാനുഫാക്ചേഴ്സാണ്. നമ്മുടെ ഇന്ത്യൻ ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കമ്പനി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കിന്ന് ടാറ്റയും മഹീന്ദ്രയൊക്കെ പറയുന്ന പോലെ നമുക്കൊരു അഭിമാനമായിരുന്നേനെ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ യൂട്ടിലിറ്റി സെഗ്മെൻറ്റിൽ നമ്മുടെ ഇന്നിപ്പോൾ അവൻ്റെ ഒരു എന്താ പറയുക അനിയനോട് ഉണ്ട്, വലിച്ചിട്ടില്ല നേരെ പറയാം. നമ്മുടെ മഹീന്ദ്രയുടെ സൈലോയാണ്. മഹീന്ദ്ര സൈലോ എന്ന് പറയുന്ന വാഹനം എന്ന് പറയുന്നത് 2006 ഇവരുടെ മഹീന്ദ്ര സൈലോ എന്ന് പറയുന്ന വാഹന നിർമ്മാണം പദ്ധതിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. നമ്മുടെ ഇന്ത്യയിൽ 2008 ഈ ഒരു വണ്ടി വരുന്നത്. 8 കാലഘട്ടങ്ങളിലോട്ടാണ് ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ 2009 തൊട്ട് 19 വരെയായിരുന്നു ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ്ലി നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്തൊരു വണ്ടിയായിരുന്നു സൈലോ എന്ന് പറയുന്നത്. ഇന്നോവേനായിട്ട് കോമ്പറ്റേറ്റ് ചെയ്യുക, ഇന്നോവേനെ അടിച്ചില്ലാണ്ടാക്കുക എന്നുള്ള തരത്തിലേക്കാണ് സൈലോ വന്നിരുന്നത്. കാരണം ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലൂടെ അടക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഇൻറ്റീരിയറൊക്കെ ആയിരുന്നു ഒരുക്കി വെച്ചിരുന്നത്. 7 സീറ്ററും 8 സീറ്ററും കോൺഫിഗറേഷനൊക്കെ ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നു. അത്യാവശ്യം തെറ്റില്ലാത്ത ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു വണ്ടി വന്നിരുന്നത്. നല്ല മികച്ച രീതിയിൽ സവാരി ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലൊക്കെ ആയിരുന്നു ഈ ഒരു വണ്ടി കൊണ്ടുവന്നിരുന്നത്. പിന്നെ ഇതിൻ്റെ കട്ട് പ്രൈസ് വേരിയൻ്റൊക്കെ ഇവർ പുറത്തിറക്കി. അങ്ങനെ 2012 ഇതിൻ്റെ ഫേസ് ലിഫ്റ്റഡ് മോഡലൊക്കെ ഇവർ കൊണ്ടുവരുന്നത്. പിന്നെ മറ്റ് പല മാർക്കറ്റിലേക്കും വേണ്ടി ഇതിൻ്റെ 4WD വെർഷനൊക്കെ കൊണ്ടുവന്നിരുന്നു. പിന്നെ നമ്മൾ സൈലോൻ്റെ അനിയനൊന്നുമില്ല, സൈലോനെ പകുതി മുറിച്ചതിനാൽ എങ്ങനെയിരിക്കും അതാണ് ഇത് ഈ കാണുന്നത്. മഹീന്ദ്രയുടെ ക്യോണ്ടോ എന്ന് പറയുന്ന വണ്ടിയാണ്. ഇതിനും പിന്നെ ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ നൽകി ന്യൂ സ്പോട്ട് എന്നൊക്കെ പറഞ്ഞ് പുറത്തിറക്കി. ബട്ട് സൈലോ തന്നെ ഒരു ഫ്ലോപ്പ് സീരീസ് ആയി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു 4 മീറ്ററിൽ താഴെ കൊണ്ടുവരിക എന്നുള്ള പദ്ധതിയോട് കൂടിയാണ് ഇവർ ഈ ക്യോണ്ടോ എന്ന് പറയുന്ന ഒരു വണ്ടിയൊക്കെ കൊണ്ടുവന്നിരുന്നത്. ബട്ട് ഈ ഒരു സൈലോൻ്റെ ഡിസൈൻ തന്നെ ഒരുപാട് പേർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ അത് മുറിച്ചതിന് എങ്ങനെയിരിക്കും, കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് ആ വണ്ടി നമ്മുടെ ഇന്ത്യയിൽ വളരെയധികം ഫെയിലിയറായി മാറുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ മാറിയൊരു വണ്ടിയായിരുന്നു. അതിൻ്റെ ന്യൂ സ്പോട്ട് എന്ന് പറയുന്ന വണ്ടി ഇച്ചിരി കൂടി കളറും കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തു. അങ്ങനെ ആ ഒരു വണ്ടിയും പുറത്തിറക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ആ ഒരു വണ്ടിയും പരാജയത്തിലോട്ടായിരുന്നു പോയിരുന്നത്. ബട്ട് ലുക്ക് വൈസൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പിന്നെ സൗത്ത് ആഫ്രിക്കൻ മാർക്കറ്റിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് കയറിപ്പോയി. പിന്നെ ഇതിൻ്റെ പിക്കപ്പ് വെർഷനൊക്കെ കൊണ്ടുവന്നിരുന്നു. നമ്മുടെ സ്കോർപിയോൻ്റെ ഗെറ്റവേ എന്ന് പറയുന്നൊരു വണ്ടി പോലെ നമുക്ക് ഇതിൻ്റെ ആ ഒരു പിക്കപ്പ് വെർഷനൊക്കെ കൊണ്ടുവന്നിരുന്നു. ആ ഒരു വർഷം അധികം നമ്മുടെ ഇന്ത്യയിൽ അധികം രീതിക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല.
ബട്ട് ഇന്ത്യയിൽ നിന്ന് കയറ്റുമ്പോൾ സൗത്ത് ആഫ്രിക്ക പോലുള്ള മാർക്കറ്റിലോട്ടൊക്കെ ഈ സാധനം കയറിപ്പോയിരുന്നു. അങ്ങനെ 2019 ഈ ഒരു വണ്ടി നിർത്തലാക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയെ പറ്റി പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല അടിപൊളിയൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഭയങ്കര ബോഡി റോളും കാര്യങ്ങളും ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കോമ്പറ്റേറ്റർ ഇന്നോവയായിരുന്നു. ഇന്നോവയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സെയിൽ ചെയ്തു. പിന്നെ മഹീന്ദ്രയുടെ വണ്ടീനെ പറ്റി പറയുവാണെങ്കിൽ ഇതിനൊക്കെ റീസെയിൽ വാല്യൂ ഭയങ്കര കുറവായിരുന്നു. പിന്നെ ഒരുപാട് ടാക്സിയിലൊക്കെ ആൾക്കാർ എടുത്തിരുന്നു. ബട്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഈ ഒരു വണ്ടിയെ നേരിട്ടിരുന്നു. ബട്ട് ഇതിന് ഒരുപാട് എഡീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സെലിബ്രേഷൻ എഡീഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനൊരു 2.5 ലിറ്റർ എഞ്ചിനൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കുഴപ്പമില്ലാത്ത പ്രകടനങ്ങൾ ആ എഞ്ചിൻ കാഴ്ചവെച്ചിരുന്നു. ഇനിയിപ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ അത്യാവശ്യം ചീപ്പായി കിട്ടുന്നൊരു മോഡൽ തന്നെയാണ് നമ്മുടെ സൈലോ എന്ന് പറയുന്നത്. അപ്പോൾ സൈലോനെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഷെവർലെ ബ്രാൻഡിൻ്റെ ഒട്ടുമിക്ക വാഹനങ്ങളും ഇന്ത്യയിൽ പരാജയമാണ്. അതിൻ്റെ അകത്ത് അവരുടെ ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള വണ്ടി എന്ന് പറയുന്നത്, അടിപൊളിയായിട്ടുള്ള വണ്ടി എന്നല്ല, ഏറ്റവും അവർക്ക് സക്സസ് ആയിട്ടുള്ള ഒരു വണ്ടി എന്ന് പറയുന്നതാണ് ഷെവർലെയുടെ ടെവേര. ടെവേരയെ പറ്റി ഒരുപാട് പേർക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ. കാരണം ടെവേരനെ പറ്റി ആരും അധികം മോശം പറഞ്ഞിട്ടില്ല. കാരണം ഇതിന് നല്ല റിലയബിൾ ആയിട്ടുള്ള നല്ലൊരു എഞ്ചിനാണ് ഈ ഒരു ടെവേരയ്ക്ക് ഉണ്ടായിരുന്നത്. ഒരു ടൈമിൽ നമ്മുടെ ടാക്സി സെഗ്മെൻറ്റിൽ ടെവേര അത്യാവശ്യം നല്ല രീതിക്കായിരുന്നു സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. നല്ല രീതി, കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിക്ക് വലിയ തെറ്റില്ലാത്തൊരു എഞ്ചിൻ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്കുള്ള മാന്യമായ ഫ്യൂൽ എഫിഷ്യൻസി നൽകിയിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ടെവേര നമ്മുടെ ഇന്ത്യയിൽ നല്ല രീതിക്ക് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ടെവേരയെ പറ്റി പറയുവാണെങ്കിൽ ഇതിൻ്റെ പരസ്യം, പണ്ടത്തെ ആ ഒരു പരസ്യമൊക്കെ നല്ല രസകരമായിരുന്നു. പിന്നെ ടെവേര അത്യാവശ്യം കാണാനൊക്കെ നല്ല ലുക്കുള്ള വണ്ടിയായിരുന്നു. എനിക്ക് ഭയങ്കര ഓൾമോസ്റ്റ് അല്ല, അടിപൊളി എന്ന് പറയാൻ പറ്റുന്ന തരത്തിലൊക്കെ തന്നെയായിരുന്നു ടെവേര എന്ന് പറയുന്നത്. അപ്പോൾ ടെവേരയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇസൂസുവിൻ്റെ ഇതിൽ ഇസൂസു പാന്തർ എന്ന് പറയുന്ന പേരിലാണ് ഇസൂസു ബ്രാൻഡ് ഈ ഒരു വണ്ടിയെ സെയിൽ ചെയ്തിരുന്നത്. നമ്മുടെ ഷെവർലെനെ പറ്റി പറയുവാണെങ്കിൽ ഷെവർലെ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന മിക്ക വാഹനങ്ങളും റീബാഡ്ജഡ് വെർഷനായിരുന്നു. പല കമ്പനിയുടെ വണ്ടി എടുത്തു. നമ്മുടെ ഇന്നിപ്പം സുസുക്കി, ടൊയോട്ടോ ഒക്കെ ചെയ്യുന്നത് പോലെ ഷെവർലെ ബ്രാൻഡ് പല വാഹനങ്ങളൊക്കെ എടുത്ത് റീബാഡ്ജ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു വണ്ടിയായിരുന്നു നമ്മുടെ ഷെവർലെ ടെവേര എന്ന് പറയുന്നത്. അപ്പോൾ ഷെവർലെ ടെവേര എന്ന് പറയുന്നത് നല്ല രസകരമായിട്ടുള്ള, നമ്മുടെ ഇന്തോനേഷ്യൻ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലാണ് ഇത് ടെവേര എന്ന് പറയുന്ന പേരിൽ ഷെവർലെ ബ്രാൻഡിൻ്റെ അണ്ടറിൽ വിറ്റത്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം നല്ലൊരു 7 to 10 സീറ്റർ കോൺഫിഗറേഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വണ്ടി ബാക്കൊക്കെ ഇച്ചിരി പൊങ്ങിയിരിക്കുന്ന പോലെയൊക്കെ തോന്നാം. പിന്നെ ഈ ഒരു വണ്ടിയുടെ ആ ടൈമിൽ ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിന് ഡ്യുവൽ ടോൺ കളറൊക്കെ ഉണ്ടായിരുന്നു. ബേസ് മോഡലിന് സിംഗിൾ ടോൺ കളറൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ കോളിസിൻ്റെ പോലത്തെ ഹാൻഡ് ബ്രേക്ക് ആയിരുന്നു ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നത്. കാരണം നമ്മളിങ്ങനെ വലിച്ചെടുക്കുക ആ ഒരു ടൈപ്പിലെ ഹാൻഡ് ബ്രേക്ക് ആയിരുന്നു ടെവേരൊക്കെ നൽകിയിരുന്നത്. അത് പിന്നീട് അവരത് ഇതൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ടെവേരയുടെ ആ ഒരു എന്താ പറയുക, ഇൻറ്റീരിയറും അത്യാവശ്യം മോശമായിരുന്നില്ല. സ്പേസ് കുറവാണെന്ന് പറയാൻ പറ്റില്ല, ഒരു നാരോ പോലെയൊക്കെ ആയിരുന്നു ഇൻറ്റീരിയർ നിർമ്മിച്ചത്. എന്നാൽ പോലും അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന തരത്തിലായിരുന്നു ആ ഒരു ഇൻറ്റീരിയറൊക്കെ ഒരുക്കി വെച്ചിരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ബേസ് മോഡലിൻ്റെ ഫസ്റ്റ് ഇറങ്ങിയ മോഡലൊക്കെ ഈ ഒരു വണ്ടിയുടെ ആ ഒരു വീലൊക്കെ നല്ല രസകരമായിരുന്നു കാണാനൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റിയർ ഡോറൊക്കെ, ആ ഒരു ടെയിൽ ഗേറ്റൊക്കെ തുറക്കുന്നത് സൈഡിലേക്ക് ആയതുകൊണ്ടിട്ട് കയറാനും ഇറങ്ങാനൊക്കെ നല്ല രസകരമായിരുന്നു. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല രസകരമായിട്ട് കയറാൻ ഇറങ്ങാനൊക്കെ പറ്റുന്ന തരത്തിലായിരുന്നു ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ നല്ല രീതിക്ക് ടാക്സി സെഗ്മെൻറ്റിലേക്ക് ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് ഓടിയിരുന്നു. പിന്നെ പറയുവാണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് പിന്നെ 2008 നിയോ വന്നത്. നിയോ എന്ന് പറയുന്ന വെർഷൻസൊക്കെ വന്നിരുന്നത്. അങ്ങനെ നിയോ എന്ന് പറയുന്ന മോഡലൊക്കെ അത്യാവശ്യം സെയിൽ ചെയ്തിരുന്നു. 2012 വരെ നിയോ എന്ന് പറയുന്ന നിയോ 3 എന്ന് പറയുന്ന മോഡലൊക്കെ വന്നിരുന്നു. അങ്ങനെ ഇതിനാദ്യം ഒരു 2.5 ലിറ്റർ എഞ്ചിനായിരുന്നു. പിന്നീട് BS4 വന്നപ്പോഴാണ് 2 ലിറ്റർ എഞ്ചിനിലേക്ക് മാറിയിരുന്നത്. എങ്കിൽ പോലും അത്യാവശ്യം തെറ്റില്ലാത്ത പ്രകടനമൊക്കെ ഇരുന്ന് കാഴ്ച വെച്ചിരുന്നത്. ഏകദേശം 106 bhp ഒക്കെ ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അങ്ങനെ 2017 ഈ ഒരു വണ്ടി കമ്പനി ഡിസ്കണ്ടിന്യൂ ചെയ്തിരുന്നത്. കാരണം ഷെവർലെ ടെവേരയെ സംബന്ധിച്ച് ഇന്നോവയൊക്കെ ഇന്നോവയ്ക്ക് അത്യാവശ്യം നല്ല ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടിരുന്നു. ടെവേരയിലും ഇവർ ചെറിയ രീതിയിലുള്ള അപ്ഡേഷൻസ് ഒക്കെ നൽകിയിരുന്നു. ബട്ട് പിന്നീട് മറ്റുള്ള വാഹനങ്ങളിൽ അല്പം ഫീച്ചേഴ്സും കാര്യങ്ങളും കംഫർട്ടും കുറച്ചുകൂടി നല്ല രീതിക്ക് മുന്നേറി കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഷെവർലെനെ സംബന്ധിച്ച് അതും ഇതൊന്നും നൽകാൻ പറ്റിയില്ല. പിന്നെ ഷെവർലെ ബ്രാൻഡിൻ്റെ വിൽപ്പനയൊക്കെ പിന്നെ വളരെ ദയനീയമായി വരികയായിരുന്നു മറ്റുള്ള വാഹനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടിട്ട്. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ ഷെവർലെ ബ്രാൻഡിലെ ആൾക്കാർ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് ഷെവർലെ ടെവേര ആയിരിക്കും. ഒരുപാട് പേരോട് നിങ്ങൾ ചോദിച്ചു നോക്കും, ഷെവർലയുടെ ഏതെങ്കിലും ടെവേര വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ഷെവർലെ ടെവേര വരണമെന്ന് ആൾക്കാർ കൂടുതൽ ആഗ്രഹിക്കുള്ളൂ. കാരണം ആൾക്കാർ ആരും ഈ ഒരു വണ്ടിയെ പറ്റി മോശം അധികം പറഞ്ഞിട്ടില്ല. കാരണം ഇതിനൊരു ഡീസൻ്റ് ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി ഉണ്ടായിരുന്നു, റിലയബിൾ ആയിട്ടുള്ള എഞ്ചിൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരുന്നു ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. അങ്ങനെയായിരുന്നു ഈ ഒരു വണ്ടി വന്നിരുന്നത്. അങ്ങനെ ഇതിൻ്റെ ആ ഒരു കളർ തീമൊക്കെ തന്നെ രസകരമായിരുന്നു. കളേഴ്സൊക്കെ നൽകിയിരുന്നത് പച്ച കളറുണ്ടായിരുന്നു, ചുവന്ന കളറുണ്ടായിരുന്നു. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ആദ്യത്തെ മോഡലിൽ ഒരു വയലറ്റ് കളർ ഉണ്ടായിരുന്നു. ആ കളർ അധികം കണ്ടിട്ടില്ല. അത് നല്ല രസകരമായിട്ടുള്ളൊരു ഇടിവെട്ട് കളർ എന്നൊക്കെ പറയുന്ന തരത്തിലായിരുന്നു ആ ഒരു കളർ വന്നിരുന്നത്. ആ ഒരു കളറൊക്കെ നല്ല രസകരമായിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ ഫ്ലോപ്പായി പോയ ഒരു ഇതായിരുന്നു ഷെവർലെ ടെവേര എന്ന് പറയുന്നത്.
ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ വണ്ടി ഇച്ചിരി കൂടി രസകരമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ നൽകിയിരുന്നു. ബട്ട് എങ്കിൽ പോലും കോമ്പറ്റീറ്റേഴ്സൊക്കെ അത്യാവശ്യം സ്ട്രോങ്ങർ ആയിരുന്നു. പിന്നെ നമ്മൾ ഷെവർലെ ബ്രാൻഡിന് അധികം സർവീസ് സെൻ്ററുകളും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് വന്നു. പിന്നെ ഇവരുടെ കമ്പനി തന്നെ ഏകദേശം ഇതിലോട്ട് പോവുകയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിൽ പോകാനുള്ള കാരണം എന്ന് പറയുന്നത്. നമുക്കിനി നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിസാനെ പറ്റി സംസാരിച്ചു. നിസാൻ്റെ ഇതിനെപ്പറ്റി ഇവാലിയനെ പറ്റി സംസാരിച്ചു. അപ്പോൾ നിസാൻ ഇവാലിയനെ പറ്റി നമ്മളതിപ്പോൾ സംസാരിച്ചപ്പോൾ നമ്മൾ പറയാൻ വിട്ടുപോയൊരു വണ്ടിയാണ് നമ്മുടെ അശോക് ലൈലാൻഡ് സ്റ്റൈൽ എന്ന് പറയുന്ന വണ്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അശോക് ലൈലാൻഡ് ഈ സ്റ്റൈൽ എന്ന് പറയുന്ന വണ്ടി ശരിക്കും പറഞ്ഞാൽ നിസാൻ്റെ NV200 എന്ന് പറയുന്നൊരു മോഡലുണ്ട്. ഈ മോഡലിനെ ഇന്ത്യയിലേക്ക് നല്ല രീതിക്ക് ഇവർക്ക് സെയിൽ ചെയ്യണം എന്നുള്ള പദ്ധതിയോട് കൂടിയാണ് ഇവാലിയ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവാലിയ കൊണ്ടുവരുന്ന സമയത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയാണ് ഈ ഒരു വണ്ടി വിൽക്കുക എന്നുള്ള ശ്രമത്തോടു കൂടി കൊണ്ടുവരുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യൽ പർപ്പസിന് ഈ ഒരു വണ്ടി സെയിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അത്ര രീതിക്ക് കയറിയില്ല. അപ്പോഴാണ് ഇവർ നോക്കുമ്പോൾ ഇവർക്കൊരു പാർട്ട്ണറിന് വേണം, അതായത് ഇവരുടെ വണ്ടി നല്ല രീതിക്ക് സെയിൽ ചെയ്യണം. അപ്പോൾ ഇവർ നോക്കിയപ്പോൾ ലൈലാൻഡിൽ കണ്ടു, അശോക് ലൈലാൻഡിനെ പറ്റി പറയുവാണെങ്കിൽ ഇവരുടെ ലൈറ്റ് കൊമേഴ്ഷ്യൽ വാഹനങ്ങളിൽ ദോസ്ത് നമ്മുടെ ഇന്ത്യയിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദോസ്തിനെ പറ്റി പറയുവാണെങ്കിൽ ഈ ദോസ്ത് എന്ന് പറയുന്ന വണ്ടി ഇതും ഒരു റീബാറ്റ് ചെയ്ത ഒരു വർഷം പോലത്തെ വണ്ടിയായിരുന്നു. അപ്പോൾ ഇവരെ കണ്ട് എടാ നീയാണ് നമ്മുടെ പാർട്ട്ണർ. കാരണം ഇവർ നോക്കുമ്പോൾ ലൈലാൻഡിന് നമ്മുടെ ഇന്ത്യയിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള സർവീസ് നെറ്റ്വർക്കും സെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ഫോക്കസ് ചെയ്യാന്ന് പറയുന്ന രീതിയിലാണ് നിസാൻ ഇവാലിയ കൊണ്ടുവരുന്നത്. അങ്ങനെ അശോക് ലൈലാൻഡിന് ഈ ഒരു വണ്ടി കൊടുത്തു. ഈ ഒരു വണ്ടി അശോക് ലൈലാൻഡിൻ്റെ ആ ഒരു അവരുടേതായ രീതിയിൽ ഈ ഒരു വണ്ടി ഇതൊക്കെ ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. കട്ട് പ്രൈസ് വേരിയൻ്റ് ആക്കി കൊണ്ടുവന്നിരുന്നു. കാരണം ഈ ഒരു വണ്ടി നമ്മുടെ ഇവാലിയനേക്കാളും കുറച്ചും കൂടി ഡീറ്റ്യൂൺ ചെയ്ത എഞ്ചിനൊക്കെ ആയിട്ടാണ് നൽകിയിരുന്നത്. അതുപോലെ തന്നെ മറ്റേ കോസ്റ്റ് കുറക്കാന്നുള്ള രീതിയിൽ ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മുടെ ഇവാലിയയിൽ നിന്നും നമ്മുടെ ഇതിലോട്ട് വന്നപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിരുന്നു. അങ്ങനെയാണ് ഈ ഒരു വണ്ടി വരുന്നത്. അത്യാവശ്യം നല്ല രസകരമായിട്ടുള്ളൊരു മോഡലൊക്കെ ആയിട്ടായിരുന്നു വന്നിരുന്നത്. 2013 തൊട്ട് 2015 വരെയായിരുന്നു ഈ ഒരു വണ്ടി ഉണ്ടായിരുന്നത്. 3 വേരിയൻ്റൊക്കെ ആയിട്ടായിരുന്നു ഈ ഒരു വണ്ടി വന്നിരുന്നത്. ഡീസലും CNG എന്നീ എഞ്ചിൻ ഓപ്ഷൻ നൽകുക എന്നുള്ള ശ്രമത്തോടു കൂടിയാണ് വന്നത്. ബട്ട് ഡീസൽ എഞ്ചിനിലായിരുന്നു വന്നിരുന്നത് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, എല്ലായിടത്തും വളരെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മോഡലാണ് നിസാൻ്റെ NV200 എന്ന് പറയുന്ന വണ്ടി. ആ ഒരു വണ്ടിയെ നിസാനും റെനോയും കൂടി ചേർന്ന് നമ്മുടെ അശോക് ലൈലാൻഡ് അണ്ടറിൽ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ നിസാൻ ഇവാലിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇവാലി ഏകദേശം 85 HP 200 Nm ഓഫ് ടോർക്കൊക്കെ ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ലൈലാൻഡിലോട്ട് വന്നപ്പോൾ അത് ഏകദേശം 75 വന്നു. 185 Nm ഓഫ് ടോർക്കൊക്കെ ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. കാരണം എഞ്ചിൻ ഒന്നുകൂടി ഡീറ്റ്യൂൺ ചെയ്തു. കാരണം വണ്ടിയുടെ മൈലേജ് ഒന്നുകൂടെ കൂട്ടുക, നല്ല രീതിക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിൽ സെയിൽ ചെയ്യുക എന്നുള്ള ശ്രമത്തോടു കൂടിയാണ് ഇവരങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ നല്ല രീതിക്ക് ഇവർക്ക് അത്യാവശ്യം നല്ല സെയിൽസും സർവീസ് സെൻ്ററുകളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നല്ല രീതിക്ക് ഈ ഒരു വണ്ടി സെയിൽ ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. 2015 ഇതിനടുത്ത അപ്ഡേഷൻസ് ഒക്കെ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ബട്ട് 2015 ആയപ്പോൾ തന്നെ കമ്പനി ഈ ഒരു വണ്ടി നിർത്തലാക്കിയായിരുന്നു ചെയ്തിരുന്നത്. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടി എന്നൊക്കെ ഒഴിവാക്കിയിരുന്നു. അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഈ ഒരു വണ്ടി നല്ല എന്താ പറയുക മികച്ച രീതിയിലുള്ള ഒരു ലീനിയറായിട്ടുള്ള പവർ ഡെലിവറി ഒക്കെ ആയിരുന്നു നൽകിയിരുന്നത്. ബട്ട് ഈ ഒരു വണ്ടിയും അത്യാവശ്യം ഫ്ലോപ്പായിരുന്നു. കാരണം ഒരുപാട് പേര് ലൈലാൻഡിൻ്റെ അണ്ടറിൽ ഈ ഒരു വണ്ടി ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞില്ല. അതുപോലെ തന്നെ നിസാൻ ഇവാലിയ ഉണ്ടെന്നുള്ള കാര്യം പോലും ഒരുപാട് പേര് അറിഞ്ഞില്ല എന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു നിസാൻ്റെ ഈ ഒരു സ്റ്റൈൽ എന്ന് പറയുന്ന വണ്ടിയുടെ കാര്യം വന്നിരുന്നത്. നിസാൻ്റെ അല്ല, സോറി, നമ്മുടെ ലൈലാൻഡിൻ്റെ ഈ സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു വണ്ടിയുടെ കാര്യം വന്നിരുന്നത്. അപ്പോൾ സ്റ്റൈല് നല്ല കാണാൻ കൊള്ളാവുന്ന നല്ല സ്റ്റൈലിഷ് ആയിട്ടൊരു വണ്ടിയായിരുന്നു. അപ്പോൾ സ്റ്റൈലും അതുപോലെ തന്നെ പരാജയപ്പെടുന്ന ഒരു വണ്ടിയായി മാറുകയായിരുന്നു ചെയ്തിരുന്നത്. നമുക്കിനി നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ ഇക്കോന് മുമ്പുണ്ടായിരുന്നായിരുന്നു വേർസ എന്ന് പറയുന്നത്. വേർസ നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ ഉണ്ടായിരുന്നു. 2009 വരെയായിരുന്നു വേർസ നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ ഉണ്ടായിരുന്നത്. വേർസ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല കാലത്തിന് മുൻപേ സഞ്ചരിച്ച വാഹനം എന്നൊക്കെ പറയില്ലേ. കാലത്തിന് മുൻപേ സഞ്ചരിച്ച വാഹനം എന്ന് പറഞ്ഞതിന് കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഇക്കോന് ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇക്കോന് ഇത്രയും ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മുടെ വേർസയിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. AC ഉണ്ടായിരുന്നു, പവർ സ്റ്റിയറിംഗ് ഉണ്ടായിരുന്നു, പവർ വിൻഡോസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ വേർസയിൽ നൽകിയിരുന്നു. നല്ല ഹൈ റൂഫൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ വേർസയിൽ ഒരുപാട് ഫീച്ചർ റിച്ച് ആയിട്ട് വന്നു. അലോയ് വീൽസൊക്കെ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വേർസയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ബട്ട് വേർസയുടെ പ്രൈസിങ് വളരെ കൂടുതലായിരുന്നു. വേർസ നമ്മുടെ അമിതാഭ് ബച്ചനൊക്കെയായിട്ടൊക്കെയാണ് ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിൽ ഭയങ്കര പ്രൊമോഷണൽ ക്യാമ്പയിനൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ വേർസ അത്യാവശ്യം നല്ല കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വന്നാണ് വേർസ. ഇനി വേർസൊക്കെ വേണമെങ്കിൽ ഡിമാൻഡും കാര്യങ്ങളൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നു ഫീച്ചേഴ്സ് വെച്ചിട്ട്.
അപ്പോൾ വേർസയുടെ കട്ട് പ്രൈസ് ആയിട്ടാണ് ഇക്കോനെ കൊടുക്കുന്നത്. കാരണം വേർസ വളരെ സെയിൽസ് കുറവായിരുന്നു. അപ്പോൾ വേർസയുടെ കട്ട് പ്രൈസ് ഒരുപാട് കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ്, ഹൈ റൂഫൊക്കെ എടുത്ത് കളഞ്ഞ്, അതുപോലെ തന്നെ എന്താ പറയുക, ഈ സെൻട്രലൈസ് ചെയ്യും, അതുപോലെ തന്നെ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് മാരുതി സുസുക്കി ഇക്കോ എന്ന് പറയുന്ന വണ്ടി കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇക്കോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം അത് കൊമേഴ്ഷ്യൽ പർപ്പസ് ആവട്ടെ, അതുപോലെ തന്നെ ഫാമിലി യൂസിനൊക്കെ ആണെങ്കിലും ഇക്കോ നല്ല രീതിക്ക് തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇക്കോയുടെ കാര്യം വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമ്മളിനി ഈ വണ്ടികളൊക്കെ പറഞ്ഞല്ലോ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ മറ്റുള്ള വാഹനങ്ങളൊക്കെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ മഹേന്ദ്രയുടെ ഇതുണ്ടായിരുന്നു, അർമാഡ എന്ന് പറയുന്ന വണ്ടി ഉണ്ടായിരുന്നു. അതിനെ റീപ്ലേസ് ചെയ്താണ് ബൊലേറോ വന്നിരുന്നത്. അതുപോലെ തന്നെ മഹേന്ദ്രയുടെ സവാരി എന്ന് പറയുന്ന മറ്റൊരു വണ്ടി ഉണ്ടായിരുന്നു. അതും അതാരും അറിഞ്ഞിട്ടില്ല. റൂറൽ ഏരിയസിലൊക്കെ അത്യാവശ്യം സെയിൽ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഈ ഒരു വണ്ടിയൊക്കെ പുറത്തിറക്കിയിരുന്നത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമുക്ക് ടാറ്റയിലോട്ട് വരാം. ടാറ്റയിലോട്ട് വരികയാണെങ്കിൽ ടാറ്റയുടെ ഏത് വണ്ടി എന്ന് വെച്ചാൽ ടാറ്റയ്ക്ക് പറയാനുണ്ടെങ്കിൽ ടാറ്റയുടെ സുമോ ശരിക്കും പറഞ്ഞൊരു SUV ആണ്. കാരണം നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി സുമോയുടെ SUV 4 വീൽ ഡ്രൈവുള്ള പതിപ്പുകളൊക്കെ പുറത്തിറക്കിയിരുന്നു. അതുപോലെ തന്നെ എക്സ്പോർട്ട് മാർക്കറ്റിന് വേണ്ടി സുമോയുടെ 4 വീൽ ഡ്രൈവ് പതിപ്പുകളൊക്കെ പുറത്തിറക്കിയിരുന്നു. അങ്ങനെ വെച്ച് നമ്മുടെ ഇന്ത്യയിൽ വന്ന് വളരെ വിപ്ലവം ഉണ്ടാക്കിയ ഒരു വണ്ടി എന്ന് പറയുന്നത് ടാറ്റ സുമോ. കാരണം നമ്മുടെ ഇന്ത്യൻ വാഹന വിപണിയിൽ ഒരു വിപ്ലവം കൊണ്ടുവന്ന വണ്ടിയാണ് ടാറ്റ സുമോ എന്ന് പറയുന്നത്. സുമോന് തന്നെ സുമോ സ്പേഷ്യോ, വിറ്റ, ഗോൾഡ്, ഗ്രാൻഡ്, അതുപോലെ തന്നെ ഡ്യൂലക്സ്, അങ്ങനെ പല പല പതിപ്പുകളൊക്കെ കൊണ്ടുവന്നിരുന്നു. 1994 സുമോ വരുന്നത്. 2019 വരെയായിരുന്നു ടാറ്റ സുമോ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ടാറ്റ സുമോയുടെ ഇതിൻ്റെ അകത്ത് ഏറ്റവും രസകരമായ കാര്യമെന്ന് പറയുന്നത് ടാറ്റ സുമോൻ്റെ സ്പേഷ്യോ എന്ന് പറയുന്നൊരു മോഡലുണ്ട്. അപ്പോൾ ഈ മോഡലിന് നമ്മുടെ ടാറ്റയുടെ 4 എഞ്ചിൻ എന്ന് പറയുന്ന ആ ലൈറ്റ് കൊമേഴ്ഷ്യൽ വാഹനത്തിൻ്റെ എഞ്ചിനാണ് ഇതിന് നൽകിയിരുന്നത്. ആ ഒരു വലിയ എഞ്ചിനൊക്കെ ഈ ഒരു വണ്ടിക്ക് വരുമ്പോൾ ബൂ എന്നൊക്കെ പറഞ്ഞൊക്കെയായിരുന്നു വന്നിരുന്നത്. അത് വളരെ രസകരമായിരുന്നു ആ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിരുന്നത്. അപ്പോൾ ടാറ്റ സുമോനെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട SUVകളിൽ MLT യൂട്ടിലിറ്റി SUV എന്നൊക്കെ പറയുമ്പോൾ ടാറ്റ സുമോ ഉണ്ടായിരിക്കും. ടാറ്റ സുമോനെ പറ്റി നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങളുടെയൊക്കെ അച്ഛനോടൊക്കെ ചോദിച്ചാൽ പറയും അന്നത്തെ 90s കാലഘട്ടങ്ങളിലെ സുമോ ഉണ്ടാക്കിയ വിപ്ലവം എന്തായിരുന്നു എന്ന് ഇന്ത്യയിൽ. അതുപോലത്തെ ഒരു വണ്ടിയായിരുന്നു നമ്മുടെ മൾട്ടി യൂട്ടിലിറ്റി. ഒരുപാട് പേരുടെ ആഗ്രഹമായിരുന്നു. കാരണം ഇതൊരു പ്രീമിയം വാഹനമായിട്ടാണ് വരുന്നത്. 10 സീറ്റർ കോൺഫിഗറേഷനോട് കൂടിയായിരുന്നു വരുന്നത്. നമ്മുടെ മിലിറ്ററി പർപ്പസിനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സെയിൽ ചെയ്തൊരു വണ്ടിയായിരുന്നു ടാറ്റ സുമോ എന്ന് പറയുന്നത്. പിന്നെ ഇവർ ഒരുപാട് അപ്ഡേഷൻസ് ഒന്നും കൊടുത്തില്ല. ഇന്ന് ടാറ്റയുടെ കയ്യിലായിരുന്നെങ്കിൽ ഓരോ മാസം കൂടുന്നതനുസരിച്ച് വണ്ടിക്ക് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് ടാറ്റ കൊണ്ടുവരണം. ഈ ഒരു വണ്ടിയെ കൊണ്ടുവരണം എന്നാണ് എല്ലാ വണ്ടി പ്രാന്തന്മാരും ആഗ്രഹിക്കുന്നത്. ഒരു കിഡിലൻ SUV എന്നൊക്കെ പറയാം. കാരണം സുമോ എന്ന് പറയുന്ന വണ്ടി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടൊയോട്ടോ ഫോർച്യൂണറിൻ്റെയൊക്കെ ആ ഒരു ലെവലിലൊക്കെ നിന്ന് കോമ്പറ്റേറ്റ് ചെയ്യേണ്ട ഒരു വണ്ടിയാണ് ടാറ്റ സുമോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയായിരുന്നു ടാറ്റ സഫാരി. ടാറ്റ സഫാരി ഇന്നിപ്പോൾ ഉണ്ട്, പക്ഷേ യഥാർത്ഥ സഫാരി അല്ല. അത് വിട്ടേക്കാം. അപ്പോൾ നമ്മൾ മൾട്ടി യൂട്ടിലിറ്റിയിലേക്കാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് സ്പീഡാണെന്ന് തോന്നുന്നു, പതുക്കെ പറയാം. പിന്നെ വീഡിയോ ഒരുപാട് ലാക്കാക്കേണ്ടെന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഇത്തിരി സ്പീഡിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകുന്നത്. അങ്ങനെയായിരുന്നു സുമോൻ്റെ കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. 1997 ഈ ഒരു വണ്ടി ഏകദേശം നമ്മുടെ ഇന്ത്യയിൽ 1,00,000-ലേറെ വാഹനങ്ങളായിരുന്നു സെയിൽ ചെയ്തിരുന്നത് ടാറ്റയുടെ സുമോ എന്ന് പറയുന്ന വണ്ടി. ഇന്നൊക്കെ അതൊക്കെ നിസ്സാരമായിരിക്കാം. ഇന്നൊക്കെ പെട്ടെന്ന് ഒരു വണ്ടി എത്ര ലക്ഷം കണക്കിന് വയ്ക്കാന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു ടൈമിൽ ഈ ഒരു വണ്ടിക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ ഇത്രയധികം സെയിൽ ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമായിരുന്നില്ല. അങ്ങനെ വന്നാണ് പിന്നെ സുമോയുടെ അവസാന കാലഘട്ടങ്ങളിലാണ് സുമോൻ്റെ ആ ഒരു ഗ്രാൻഡ് എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ്ലി ആ ഒരു ഡിഫറെൻറ്റ് ബോഡി വർക്ക്സ് ഒക്കെ ആയിട്ടൊക്കെയായിരുന്നു ഈ ഒരു വണ്ടി കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ 2019 നമ്മുടെ സുമോ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയിരുന്നത്. പിന്നെ സുമോൻ്റെ ടാറ്റയുടെ X2 ബോഡി ഓൺ ഫ്രെയിം പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വണ്ടി നിർമ്മിച്ചിരുന്നത്. പിന്നീട് കാലക്രമേണ ബൊലേറോയും അതുപോലെ തന്നെ പോളിസും ടോട്ടോ ഇന്നോവയൊക്കെ വന്നപ്പോഴാണ് സുമോൻ്റെ സെയിൽസിലൊക്കെ വളരെ കുറവ് വന്നിരുന്നത്. കാരണം എന്ന് പറയുന്നത് സുമോന് ശരിക്കും പറഞ്ഞാൽ വലിയ അപ്ഡേഷൻസും കാര്യങ്ങളും ഇവർ നൽകിയില്ല. ആ ഒരു സെയിം ബോഡി തന്നെ ഇവർ കൊണ്ടുപോയിരുന്നു. ബട്ട് ഒരുപാട് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നൽകിയിരുന്നെങ്കിൽ സുമോയും ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നല്ല കിഡിലനായിട്ട് ഒറ്റയ്ക്ക് നിന്ന് പോരാടിയാണ്. അതുപോലത്തെ വണ്ടിയാണ് ടാറ്റ സുമോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള MUV മൾട്ടി യൂട്ടിലിറ്റി വാഹനങ്ങൾ ഏതൊക്കെയാണെന്നും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഒരുപാട് പേര് ഇങ്ങനത്തെ ഒരു വാഹനങ്ങൾ ഉണ്ടെന്ന് പോലും ആൾക്കാർക്ക് അറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പറയുവാണെങ്കിൽ മറാസോനെ പറ്റി സംസാരിക്കാം. സൈലോക്ക് പകരമാണ് നമ്മുടെ മറാസോ ഇപ്പോൾ മഹേന്ദ്രയുടെ ആ ഒരു കാറ്റഗറിയിൽ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മഹേന്ദ്രയ്ക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടെന്ന് മഹേന്ദ്ര മറന്നുപോയോ എന്ന് തോന്നുന്നു. കാരണം അവർ ഓരോ വണ്ടിക്കും പല പല അപ്ഡേഷൻസും കാര്യങ്ങളും പുതുമകളും ഒരുപാട് വ്യത്യസ്തങ്ങളോട് കൂടിയാണ് മഹേന്ദ്ര ഓരോ വണ്ടികളും ഇപ്പോൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് എന്തുകൊണ്ടാണ് മറാസോൻ്റെ കാര്യത്തിൽ മാത്രം മാറ്റങ്ങളൊന്നും നൽകുന്നില്ല? മറാസോ അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിലുണ്ട്. 2018 മറാസോ വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഷാർക്ക് ഇൻസ്പയർഡ് ചെയ്ത ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാണ് വന്നിരുന്നത്. ഷാർക്കിൻ്റെയൊക്കെ ആ ഒരു രൂപകൽപ്പനയൊക്കെ നൽകിക്കൊണ്ട്
തെറ്റില്ലാത്തൊരു വണ്ടിയായിരുന്നു. പക്ഷേ ഡിസൈൻ വൈസ് ആർക്കും അത്രയും ഇഷ്ടപ്പെടുന്നില്ല. ഒരു 1.5 ലിറ്റർ എഞ്ചിനൊക്കെ ഈ ഒരു വണ്ടിക്ക് ഉണ്ട്. എങ്കിൽ പോലും ഈ ഒരു വണ്ടി സെയിൽസിൽ കുറവാണ്. കാരണം നമ്മുടെ എർട്ടിഗയ്ക്ക് അടിച്ച് കയറുന്നുണ്ട്. കിയയുടെ ക്യാരൻസും അത്യാവശ്യം നല്ല രീതിക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഈ ഒരു വണ്ടിയുടെ സെയിൽസും കാര്യങ്ങൾ അത് കുറവാണ്. എത്ര കാലം ഇനി മറാസോ ഉണ്ടാവുമെന്ന് അറിയാൻ പാടില്ല. അടുത്ത അപ്ഡേഷൻസും കാര്യങ്ങളും മറാസോന് നൽകിയിരുന്നെങ്കിൽ മറാസോവും നല്ല രീതിക്ക് കൊണ്ടുവരും. പിന്നെ അതുപോലെ തന്നെ ടാറ്റയുടെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന വാഹനങ്ങളിലൊന്നാണ് ടാറ്റ ഹെക്സ, ടാറ്റ സുമോ, അതുപോലെ തന്നെ ടാറ്റ സഫാരി. ടാറ്റ സഫാരിയുടെ ആ പഴയ മോഡലൊക്കെ പോലെ നല്ലൊരു 4 വീൽ ഡ്രൈവോട് കൂടി വരുന്ന വണ്ടി. അപ്പോൾ അത് നമുക്ക് വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനി പറയുവാണെങ്കിൽ നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു നല്ലൊരു മൾട്ടി യൂട്ടിലിറ്റി വാഹനങ്ങളിൽ ഒന്നാണ് റെനോയുടെ ട്രൈബർ എന്ന് പറയുന്നത്. ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിലുണ്ടെന്ന് ഒരുപാട് പേർക്ക് അറിയത്തില്ല. ഒരുപാട് പേർക്ക് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റെനോയുടെ കിഡിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും ഉണ്ടായതാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലുള്ള ഒരു ലുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പറയുവാണെങ്കിൽ 4 മീറ്ററിൽ താഴെയാണ് വരുന്ന ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു 7 സീറ്റർ വാഹനമാണ് ഈ കാണുന്നതെന്ന് പറയുന്നത്. 6 to 9 ലക്ഷം എന്നീ വിലയിലൊക്കെയാണ് ഈ ഒരു വണ്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല തെറ്റില്ലാത്ത രീതിയിൽ സ്പേസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ തേർഡ് റോ റിമൂവ് ചെയ്യാണ്ട് തേർഡ് റോ നമ്മൾ മടക്കി വെക്കുകയാണെങ്കിൽ പോലും അത്യാവശ്യം നമുക്ക് ലഗേജ് കാര്യങ്ങളൊക്കെ ആ ഒരു വണ്ടി കയറ്റിക്കൊണ്ട് പോകാം. അങ്ങനത്തെ തരത്തിലുള്ളൊരു സ്പേസൊക്കെ ആ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നു. 1 ലിറ്റർ എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. അത്യാവശ്യം മൈലേജൊക്കെ ഉണ്ട്. ഏകദേശം 18 അടുത്ത കിലോമീറ്റർ മൈലേജൊക്കെ ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇതിന് നല്ല പവർഫുള്ളായിട്ടുള്ള എഞ്ചിൻ വെച്ച് കഴിഞ്ഞാൽ വണ്ടി വലുതായി പോകും. കാരണം ഇതൊരു കോമ്പാക്ട് സൈസിൽ കൊണ്ടുവന്നാണ്. ആ 4 മീറ്ററിൽ താഴെ അവരതൊക്കെ പിന്നെ ഇത് ഒരുപാട് പവറുള്ള വണ്ടിയൊന്നുമല്ല. ഒരുപാട് ഭയങ്കര ചവിട്ടി പിടിച്ചൊന്നും കയറി പോകുന്നില്ല. അപ്പോൾ ഈ വണ്ടിയെ പറ്റി പറയുവാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ നമ്മുടെ സുരാജ് ഏട്ടൻ്റെ എക്സ്ട്രാ ഡീസൽ എന്ന് പറയുന്ന മൂവിയിൽ ഈ ഒരു വണ്ടിയുണ്ട്. ഈ വണ്ടി ഇട്ട് കാണിക്കണതൊക്കെ കാണുന്നുണ്ട്. ഓനോ സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ പടത്തിൻ്റെ കേസ് വിട്ടേക്കാം. അപ്പോൾ ഈ റെനോയുടെ ട്രൈബർ എന്ന് പറയുന്ന വണ്ടി അതുപോലെയല്ല, അത്ര പവർഫുള്ളായിട്ടുള്ള എഞ്ചിനല്ല. എങ്കിൽ പോലും ഒരു തെറ്റില്ലാത്തൊരു മാന്യമായ രീതിക്ക് ഓടിച്ചു നടക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. കാരണം ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് ഒരു 7 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം. ഏറ്റവും ബാക്കിലൊക്കെ കുട്ടികൾക്ക് പറ്റിയ സീറ്റാണ്. എങ്കിൽ പോലും ഒന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ യാത്ര ചെയ്യാം. പിന്നെ ഇതിന് ഒരു 1 ലിറ്റർ എഞ്ചിനാണ് ഞാൻ പറഞ്ഞു. വലിയ എഞ്ചിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ബോണറ്റും വണ്ടിയുടെ സൈസ് കോമ്പാക്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അതായത് ആ ഒരു ബോണറ്റിൻ്റെ അകത്ത് ആ ഒരു പറ്റിയൊരു എഞ്ചിൻ തന്നെ അവർ കൊടുത്തിരിക്കുന്നത്. വലിയ എഞ്ചിൻ വെച്ച് കഴിഞ്ഞാൽ ബോണറ്റും കാര്യങ്ങളൊക്കെ നീട്ടേണ്ടി വരും. വണ്ടിയുടെ അതൊക്കെ മാറും. അങ്ങനെ ഒരുപാട് റിവൽസൊന്നും ഈ ഒരു വണ്ടിക്കില്ല. ഒരുപാട് എതിരാളികളൊന്നുമില്ല ഇതിന്. പിന്നെ അതുകൊണ്ടിട്ട് അങ്ങനെ ഒരു വണ്ടി സെയിൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. ഇനി എനിക്കൊന്നും അധികം വൈകാതെ തന്നെ നിസാൻ ഈ ഒരു വണ്ടിയെ കൊണ്ടുവന്ന് അവരുടെ അണ്ടറിൽ നിസാൻ്റെ റീബാഡ്ജൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ വെക്കുമായിരിക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടി അപ്ഡേഷൻസ് ഒക്കെ പ്രതീക്ഷിക്കുന്നു. ട്രൈബർ ഒരു തെറ്റില്ലാത്ത വണ്ടിയാണ്. ഒരു ചെറിയൊരു ഫാമിലി, ഒരു 5 പേരൊക്കെ ഉള്ള ഒരു ഫാമിലിക്കാണ് അത്യാവശ്യം ചെറിയ ലഗേജും കാര്യങ്ങളൊക്കെ പിന്നിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് ട്രൈബർ എന്ന് പറയുന്നത്. നമുക്കിനി നെക്സ്റ്റ് പറയുവാണെങ്കിൽ ട്രൈബറിനെ പറ്റി പറയുവാണെങ്കിൽ മറ്റുള്ള വാഹനം എന്ന് വെച്ചാൽ നമുക്ക് ഫോഴ്സിൻ്റെ ട്രക്സാണ്. ആ ട്രക്സ് ക്രൂസർ എന്ന് പറയുന്ന വണ്ടിയുണ്ട്. നമ്മുടെ ഗൂർക്കയൊക്കെ പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റൊരു വണ്ടിയാണ് ട്രക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വണ്ടിയെ പറ്റി പറയുവാണെങ്കിൽ 1998 ഇതിൻ്റെ 4 വീൽ ഡ്രൈവ് പതിപ്പോട് കൂടിയാണ് ടെമ്പോ ട്രക്സ് ക്രൂസർ എന്ന് പറയുന്ന ഗൂർക്ക വരുന്നത്. ഗൂർക്ക വന്ന് 4 വീൽ ഡ്രൈവോട് നമ്മുടെ മിലിറ്ററിക്ക് വേണ്ടിയാണ് ആ ഒരു വണ്ടി നിർമ്മിച്ചിരുന്നത്. തെറ്റില്ലാത്ത ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു വണ്ടി ശരിക്കും പറഞ്ഞാൽ റൂറൽ ഏരിയാസിലൊക്കെ മെയിനായിട്ടുള്ള ഒരു പാസഞ്ചർ കാരിയറായിട്ടാണ് ഈ ഒരു വണ്ടി കാണുന്നത്. നമ്മുടെ കേരളത്തിൽ പാലക്കാട് ജില്ലയിലേക്ക് ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ട്. കാരണം ഒരുപാട് ആൾക്കാരൊക്കെ കയറ്റിക്കൊണ്ട് ട്രാൻസ്പോർട്ടിങ് മാർഗമായിട്ട് വരുന്ന വണ്ടിയാണ്. പിന്നെ ഈ ഒരു വണ്ടി പല വിഭാഗത്തിലും വരുന്നുണ്ട്. പിക്കപ്പ്, ആംബുലൻസ്, അങ്ങനെ വാൻസ്, അങ്ങനെ പല വിഭാഗത്തിൽ പോകുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു പീപ്പിൾ കാരിയർ ആയിട്ടുള്ളൊരു വണ്ടി തന്നെ പറയാം. 9 to 12 സീറ്റർ കോൺഫിഗറേഷനൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ തന്നെ ട്രക്സിൻ്റെ ക്രൂസർ ഉണ്ട്, അതുപോലെ തന്നെ സിറ്റ് ലൈൻ ഉണ്ട്, പിന്നെ ആംബുലൻസ് വിഭാഗത്തിലുണ്ട്, ഡെലിവറി ഉണ്ട്, തൂഫാനുണ്ട്. അങ്ങനെ പല ഇതിലാണ് ഈ ഒരു വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം രസമാണ്. അതിൻ്റെ അകത്ത് ആ ഒരു സിറ്റ് ലൈൻ എന്ന് പറയുന്ന വണ്ടി ഫ്രണ്ട് ഫേസ് ഇരിക്കുന്ന സീറ്റൊക്കെയാണ്. ഒരു വലിയൊരു ഫാമിലി, പ്രൈവറ്റായിട്ടൊക്കെ വാങ്ങാൻ പറ്റിയ വണ്ടിയാണ്. വലിയൊരു ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി കയറി പോകാനൊക്കെ പറ്റിയ വണ്ടിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ മിനിമലായിട്ടുള്ളൊരു ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു വണ്ടി നിർമ്മിക്കുക എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നൊരു വണ്ടിയാണ് ഈ കാണുന്ന വണ്ടി എന്ന് പറയുന്നത്. ഇത് കൂടുതലും ഈ കൊമേഴ്ഷ്യൽ പർപ്പസിൽ കാരിയർ വാഹനങ്ങളായിട്ട്, അതായത് സാധനങ്ങളൊക്കെ കയറ്റി കൊണ്ടുപോകാൻ പറ്റിയ കാരിയർ വാഹനങ്ങളായിട്ടാണ് ഈ ഒരു വണ്ടി ഉപയോഗിക്കുന്നത്. തെറ്റില്ലാത്തൊരു വണ്ടിയാട്ടോ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. ബട്ട് ഈ ഒരു വണ്ടി ഫാമിലി പർപ്പസിനായിട്ട് ആൾക്കാരധികം വാങ്ങാറില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റൊരു വാഹനമാണ് മൾട്ടി യൂട്ടിലിറ്റി ടാറ്റയുടെ വിങ്ങർ എന്ന് പറയുന്നത്. ടാറ്റ വിങ്ങർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് നമ്മുടെ ബാച്ചിലർ പാർട്ടി സിനിമയാണ്. ആ ഒരു സിനിമയിൽ ഈ ഒരു വണ്ടി പ്രധാന കഥാപാത്രമാണ്. ഈ ഒരു വണ്ടി 2007 ഈ ഒരു വണ്ടി വരുന്നത്.
ഇത് ആ ടൈമിൽ രണ്ട് തരത്തിലായിരുന്നു. ഒന്ന് ലോങ് വീൽ ബേസും ഷോർട്ട് വീൽ ബേസും. പിന്നെ അതുപോലെ തന്നെ ഹൈ റൂഫ്, ലോ റൂഫ്. ഹൈ റൂഫ് എന്ന് പറയുന്ന ആംബുലൻസ് വിഭാഗത്തിലൊക്കെ പോകാനാണ്. ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് സെയിൽസൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ മോഡലാണെങ്കിൽ പോലും സ്കൂൾ ബസ് കാറ്റഗറിയിലും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സെയിൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞൊരു റീബാഡ്ജഡ് വെർഷൻ എന്ന് പറയാം. റെനോയുടെ ഒരു വണ്ടിയുടെ റീബാഡ്ജ് ചെയ്ത വെർഷനാണ് ഈ കാണുന്നതെന്ന് പറയുന്നത്. ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ റീബാഡ്ജ് ചെയ്ത് കൊണ്ടുവന്നെങ്കിലും ടാറ്റയുടേതായ സ്വന്തമായിട്ടുള്ളൊരു എഞ്ചിനായിരുന്നു ഈ ഒരു വണ്ടിക്ക് നൽകിയിരുന്നത്. ആദ്യ ടൈമിൽ ഇതിന് ടെർബോയും നോൺ ടെർബോയ്ക്കായിട്ടൊക്കെ അവൈലബിൾ ആയിരുന്നു. പിന്നീട് 2020 ഇതിൻ്റെ സെക്കൻഡ് ജനറേഷൻ വന്നിരുന്നത്. അതിലത് അത്യാവശ്യം ഒരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. 15 സീറ്റർ കോൺഫിഗറേഷനൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ വന്ന വണ്ടിയാണ് ഈ വണ്ടി. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് സെയിൽസിലുണ്ട്. സ്കൂൾ ബസ് കാറ്റഗറിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഈ ഒരു വണ്ടി കാണുന്നുണ്ട്. പുതിയ ഈ ഒരു വണ്ടി കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇതൊക്കെ അടുത്തൊരു ക്യാമ്പർ വാനൊക്കെ ആക്കി കഴിഞ്ഞാൽ പൊളിയായിരിക്കും അങ്ങനെ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ അത്യാവശ്യം നല്ല രീതിക്ക് ഫാസ്റ്റായിട്ടാണ് പറഞ്ഞെന്ന് തോന്നുന്നു. ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ചെറിയൊരു വീഡിയോ ചെയ്യണമെന്ന് കരുതിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റുവെച്ചാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തോന്നിയ പ്രശ്നങ്ങളെല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതനുസരിച്ച് നമ്മൾ അടുത്ത വീഡിയോ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബൈ.